Salute, man, salute. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ജൂൺ 2-ാം തീയതിയിലെ വീഡിയോ ആണ് കേട്ടോ. ജൂൺ 2 സ്കൂൾ ഓപ്പണിംഗ് ഡേ ആണ്. പൊന്നൂസ് ആദ്യമായിട്ട് സ്കൂളിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് തൊട്ട് പൊന്നൂസിൻ്റെ സ്കൂൾ ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. 1-ാം ക്ലാസ്സിലോട്ടാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ LKG വിട്ടിട്ടുണ്ടായിരുന്നു, UKG കളരിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് സ്കൂൾ ജേണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ട് ഓരോ വർഷം കൂടും തോറും ഓരോ ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ആദ്യമായിട്ട് പൊന്നൂസിനെ സ്കൂളിൽ വിടുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനും ചേട്ടനും. അപ്പോൾ പോയ വഴിക്ക് പൊന്നപ്പനും അച്ഛയും കൂടെ അമ്പലത്തിലിറങ്ങി തൊഴുതിട്ടൊക്കെ വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ അമ്പലത്തിൽ ഇറങ്ങിയില്ല, എനിക്ക് 8-ാം മാസം ആയതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ ഇവിടെ കയറത്തില്ല. അതുകൊണ്ടിട്ട് രാവിലെ ഒരുങ്ങിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഉടുപ്പിൻ്റെ കൈയുടെ അവിടെ എന്തോ കൊണ്ട് കയറുന്നുണ്ടെന്നും പറഞ്ഞാൽ ചെറിയൊരു ഈനയൊക്കെ എടുത്തോണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് സ്കൂളിൻ്റെ അങ്ങോട്ടേക്ക് ചെന്നപ്പോഴത്തേക്ക് പിന്നുള്ള ചോദ്യം ജാൻവി വന്നോ എന്നുള്ളതാണ് കേട്ടോ. ജാൻവി പൊന്നപ്പൻ്റെ കളരിയിലെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു പൊന്നപ്പൻ്റെ. അപ്പോൾ ജാൻവിയും ഈ സ്കൂളിൽ തന്നെ ആട്ടോ ജാൻവിനെയും ചേർത്തേക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും 2 ഡിവിഷനിലാണ് കിട്ടിയേക്കുന്നത്. ഈ 2 പേർക്കും ഒരു ഡിവിഷനിൽ തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇനി അവിടെ ചെന്ന് പറഞ്ഞ് ഒരു ക്ലാസ്സിലോട്ട് മാറ്റണം 2 പേരെയും കൂടെ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ജാൻവി കുട്ടി. നമ്മുടെ കളരിയിലെ ടീച്ചറിൻ്റെ മോളുടെ മോളാണേ. പക്ഷേ ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. ഊണിലും ഉറക്കത്തിലും ഒക്കെ ഈ പേരാണ് കേട്ടോ. പൊന്നൂസിന് ജാൻവി, ജാൻവിക്ക് അലങ്കൃത എന്നുള്ള പേര് മാത്രമേ പറയാനുള്ളൂ എപ്പോഴും. പുതിയൊരു സ്കൂളാണെങ്കിലും ഒരു ക്ലാസ്സിലാണല്ലോ ഇവർ 2 പേരും. അതുകൊണ്ട് തന്നെ പുതിയ കൂട്ട് കിട്ടുമോ അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോവുമോ എന്നുള്ള ഒരു ടെൻഷനൊന്നും ഈ പ്രാവശ്യം നമുക്കില്ല. അങ്ങനെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആകാറായപ്പോഴത്തേക്കാട്ടോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അതിന് കുട്ടികൾക്ക് വെൽക്കം റോസൊക്കെ കൊടുത്ത് അവരെ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ടീച്ചേഴ്സാണ് അതൊക്കെ അറേഞ്ച് ചെയ്ത് അവരെ ഇങ്ങനെ വരിയായിട്ടൊക്കെ നിർത്തി ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ട് പുറകിനാണ് കയറി പോകുന്നത്. 1-ാം ക്ലാസ്സിലോട്ട് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിന് മാത്രം C ഡിവിഷൻ വരെയായിരുന്നു ഉണ്ടായിരുന്നത്. C ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പൊന്നൂസിന് ആദ്യം C ഡിവിഷനിലായിരുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞ് B ഡിവിഷനിലോട്ട് ജാനുവിൻ്റെ ക്ലാസ്സിലോട്ട് മാറ്റുമായിരുന്നു. അപ്പോൾ C വരെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. D ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അവിടുന്ന് നേരെ ഓഡിറ്റോറിയത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉദ്ഘാടനം ഉണ്ടായിരുന്നു. അപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടാണ് കുട്ടികളെ ക്ലാസ്സിലോട്ട് മാറ്റുന്നത്. അപ്പോൾ പൊന്നൂസും ജാൻവിയും 2 ക്ലാസ്സിലായിരുന്നു കേട്ടോ. ജാൻവിക്ക് B ക്ലാസ്സുമാണ് കിട്ടിയത്, പൊന്നൂസിന് C ക്ലാസ്സുമായിരുന്നു കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് ഇപ്പോൾ ഓരോ ഡിവിഷനിലെയും കുട്ടികളെ പേര് വിളിച്ച് അതായത് ടീച്ചർമാരുടെ കൂട്ടത്തിൽ ക്ലാസ്സിലോട്ട് വിടുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പൊന്നപ്പന് C ക്ലാസ്സിലാണ് കിട്ടിയത്. അപ്പോൾ 2 പേരെയും പേര് വിളിച്ചപ്പോൾ 2 ക്ലാസ്സിലോട്ട് മാറിയപ്പോൾ തന്നെ പൊന്നൂസിന് ബഹളം തുടങ്ങി. എനിക്ക് അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞ് നല്ല ബഹളമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് എല്ലാം കൊണ്ടും ഭയങ്കര പിന്നെ മടുത്തായിരുന്നു. അത്രയും സമയമായില്ലായിരുന്നോ നിൽക്കാനും തുടങ്ങിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊന്നുമില്ലായിരുന്നു. നമ്മൾ ബസ് റൂട്ടൊന്ന് എഴുതി കൊടുക്കണം. കാരണം നാളെ തൊട്ട് തന്നെ ബസ്സുണ്ട്. അപ്പോൾ അതിനങ്ങ് വിട്ടാൽ മതിയല്ലോ. അപ്പോൾ ബസ് റൂട്ട് എഴുതി അവിടെ ടീച്ചറിൻ്റെ കൊടുത്തിട്ട് നമുക്ക് കുട്ടികളെയും കൊണ്ട് പോരാമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ബസ് റൂട്ട് എഴുതി ക്ലാസ് ടീച്ചറിൻ്റെ കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ ഓഫീസ് റൂമിൽ വന്നിട്ട് നമ്മൾ അവിടെ സംസാരിച്ചു സാറിനോട് 2 പേരെയും കൂടെ ഒരു ക്ലാസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം അത് കുഴപ്പമൊന്നുമില്ല, ക്ലാസ്സിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ C ക്ലാസ്സിൽ നിന്ന് പൊന്നൂസിനെ B ക്ലാസ്സിലോട്ട് മാറ്റിയിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ പോരുന്നതിനിപ്പുറം ജാൻവിയും പോയായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു പ്രശ്നത്തിനും പരിഹാരം കണ്ടു. അതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു പൊന്നു. അപ്പം നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള വീഡിയോകളൊന്നും എടുത്തില്ല. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് അപ്പോൾ ടീച്ചർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നാളെ കൊടുത്തു വിടേണ്ട ബുക്കിൻ്റെ ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. വേറെ ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു. ബുക്കും പുസ്തകമൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നിപ്പം നമ്മൾ എല്ലാ ബുക്കും ഒന്നും പൊതിയുന്നില്ല. പൊന്നൂസിന് നാളെ കൊണ്ടുപോകേണ്ട ബുക്കുകൾ മാത്രം അത്യാവശ്യം പൊതിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഒന്ന് ഓർഡറായി വരാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരാഴ്ച എടുക്കുമല്ലോ. അപ്പോൾ എല്ലാ ബുക്കുകളൊന്നും പൊതിഞ്ഞു വിടുന്നില്ല. പിന്നെ നമുക്ക് 3 ടേമിലൂടെ ഉള്ള ബുക്കുകളാണ് കൊടുത്തു വിട്ടേക്കുന്നത്. അപ്പോൾ ടൈം ടേബിളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ബുക്കുകളെല്ലാം പൊതിഞ്ഞു വെച്ചാലും മതിയല്ലോ.
അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ പൊന്നൂസിൻ്റെ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ, സ്കൂൾ വിശേഷങ്ങൾ. ഇത് വേണ്ട നെക്സ്റ്റ് ഡേ പൊന്നപ്പൻ ഇന്ന് ആദ്യമായിട്ട് സ്കൂൾ ബസ്സിന് കയറി സ്കൂളിൽ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പിറ്റേ ദിവസം തന്നെ ബസ് റൂട്ടിന് തന്നെ വിട്ടേക്കാമെന്ന് പറഞ്ഞിരുന്നു. കാരണം അല്ലെങ്കിൽ പിന്നെ അത് ശീലമായി വരണമല്ലോ ഒന്ന്, അതുകൊണ്ടിട്ട് തന്നെ. അപ്പോൾ നമ്മൾ 9 മണിയാകുമ്പോഴത്തേക്ക് റെഡിയായിട്ട് അവിടെ മണ്ടേ കയറി നിന്നാൽ മതി. അപ്പോൾ നമുക്ക് ബസ് റൂട്ടിൻ്റെ മെസ്സേജൊക്കെ വരും കറക്റ്റ് സമയത്ത്. അപ്പോൾ പൊന്നപ്പൻ ആദ്യമായിട്ട് ബസ്സിൽ കയറി പോകുന്നതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് നല്ലതുപോലെ ഉണ്ടായിരുന്നു. പൊന്നൂസ് വലിയ ഹാപ്പി ആയിരുന്നു കേട്ടോ ആദ്യമായിട്ട് ബസ്സിൽ കയറുന്നതിൻ്റെത്. പിന്നെ ഈ ടാഗ് ആണെങ്കിൽ ബസ് കാർഡാണ് കേട്ടോ, നമുക്ക് ഐഡൻറ്റിറ്റി കാർഡ് വരുന്നതിന് മുമ്പ് ബസ് റൂട്ടൊക്കെ എഴുതിയ കാർഡാണ്. അപ്പോൾ അതും പിൻ ചെയ്താണ് എന്നും ചെല്ലേണ്ടത്, മറ്റേ ID കാർഡ് വരുന്നിടം വരെ മാത്രം. അപ്പം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞുള്ള കാര്യത്തിനെ പറ്റി എനിക്ക് ടെൻഷനില്ല, കാരണം ജാൻവിയും കൂടെ ഉള്ളതുകൊണ്ട് ആളൊരിക്കലും വിഷമിക്കത്തില്ല, നല്ല ഹാപ്പിയാണെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ബസ്സിൽ കയറുന്നതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പൊന്നപ്പൻ ആ ടെൻഷനൊന്നും ഇല്ല കേട്ടോ, എനിക്കേ ഉണ്ടായിരുന്നുള്ളൂ ടെൻഷനൊക്കെ. പിന്നെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ സൂപ്പറാണ്, ബസ്സിൽ പോകുന്നതാണ് സൂപ്പറെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആശ്വാസമായി എനിക്ക്, കാരണം ബസ്സിൽ പോകുന്നത് കൊച്ചിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുതല്ലോ ആദ്യമേ തന്നെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞങ്ങളുടെ പൊന്നൂസിൻ്റെ സ്കൂൾ വിശേഷങ്ങൾ. അപ്പോൾ പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.